സഭ കോടതിയിൽ പോയാൽ സർക്കാർ പേടിക്കുമോ? മദ്യശാലകൾ തുറക്കാനുള്ള നീക്കത്തിനെതിരെ KCBC സുപ്രീം കോടതിയിലേക്ക്. ദേശീയപാത വാദമുയർത്തി മദ്യശാലകൾ തുറക്കാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്നും KCBC ഈ മാസം 8-ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, അരൂർ, കുറ്റിപ്പുറം, കണ്ണൂർ പാതകൾ ദേശീയപാതയല്ലെന്ന തരത്തിൽ വിജ്ഞാപനമിറക്കിയിട്ടില്ലെന്ന ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണത്തിന് പിന്നാലെയാണ് KCBC മദ്യവിരുദ്ധ സമിതി സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. ഈ പാതകൾ വികസിപ്പിക്കുന്നതിനായി താൽക്കാലികമായി ഇറക്കിയ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നും വിധിയുണ്ടായത്. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ മദ്യശാലകൾ തുറക്കാനാവില്ലെന്നും കാണിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് KCBCയുടെ തീരുമാനം. ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെയോ പൊതുമരാമത്ത് വകുപ്പിന്റെയോ അഭിപ്രായം ആരാഞ്ഞിട്ടില്ലെന്നും KCBC വാദിക്കുന്നു. നേരത്തെ പാതകൾക്ക് ദേശീയപാത അംഗീകാരമില്ലെന്ന് കാണിച്ച് ബാറുടമകൾ നൽകിയ അപേക്ഷയിലാണ് മദ്യശാലകൾ തുറക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. മദ്യശാലകൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള അധികാരം തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ മതമേല അധ്യക്ഷന്മാർ ഗവർണറെ സമീപിച്ചിരുന്നു. മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള നീക്കത്തിനെതിരെ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഈ മാസം 8-ന് നിയമസഭാ മാർച്ച് നടത്താനും KCBC തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും. KCBCയുടെ വക്താവ് ശ്രീ ചാർലി പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ, ശ്രീമതി ബിന്ദു കൃഷ്ണ കോൺഗ്രസ് നേതാവ് കൊല്ലത്ത്, ശ്രീ റോയ് മാത്യു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ ചാർലി പോൾ, ഹൈക്കോടതിയുടെ അനുമതിയുണ്ട്, സ്വാഭാവികമായിട്ടും ബാറുകൾ തുറക്കും. എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ വിഷയം ആകെ ഉയർത്തി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്? പ്രധാനമായിട്ടും ഈ ഗവൺമെൻറ് ഈ മദ്യനയത്തെ അട്ടിമറിക്കാനുള്ള ചില നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. അത് സുപ്രീം കോടതിയുടെ വിധിയെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 മാർച്ച് 5-നും ഓഗസ്റ്റ് 14-നും 2 വിജ്ഞാപനമിറക്കി. ആ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് അറിയാമായിരുന്നെങ്കിൽ ഈ ബാർ മുതലാളിമാർ നേരത്തെ സുപ്രീം കോടതിയിലെ കേസുമായി പോകുമായിരുന്നില്ല. ആർക്കും അറിയാൻ പാടില്ലായിരുന്നില്ല അങ്ങനെ ഒരു സംഗതി. അത് വന്നിരിക്കുന്നത് ഈ 2014 ആഗസ്റ്റിൽ 2 SO ഉണ്ട്. 2006, 2062, 2061, 2062 ഈ പ്രകാരമുള്ള 2 SO. അതിനകത്ത് ഈ 45 മീറ്റർ വീതിയിൽ പാത വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം സമയബന്ധിതമായി നടപ്പാക്കാൻ വേണ്ടി 2010 തന്നെ കേരള സർക്കാരും ദേശീയ പാത അതോറിറ്റിയും തമ്മിലൊരു ധാരണയിലെത്തിയിരുന്നു. പക്ഷെ ആ ധാരണ നടക്കാതെ വന്നോട് കൂടിയിട്ടാണ് ആ സമയത്ത് തന്നെ തീരുമാനിച്ചൊരു കാര്യം, ഈ ദേശീയ പാതകളെ NH 66 എന്ന പേരിൽ നാമകരണം ചെയ്യാനും തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ സ്ഥലമെടുപ്പൊക്കെ വൈകിപ്പോയപ്പോഴാണ് 2014 ഇപ്രകാരം അത് സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ ദേശീയപാതയുടെ എല്ലാ പൂർത്തീകരണവും നടക്കണമെന്ന് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിലാണ് 2 വിജ്ഞാപനം വന്നത്. ആ വിജ്ഞാപനത്തിൽ ഇത് പൂർണ്ണമായി ദേശീയപാതയല്ല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി മറ്റ് ക്രമീകരണമായി മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം 2015 ജനുവരിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒരു പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി ഈ ദേശീയപാത വികസന പദ്ധതിയുടെ 3ാം ഘട്ടത്തിൽ കേരളത്തെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും കഴിഞ്ഞ 3 വർഷവും ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് ഈ പാതകൾക്കുള്ള നന്നാക്കുന്നതിനുള്ള തുകയും സ്ഥലം ഏറ്റെടുക്കുന്ന തുകകളും ടെൻഡറും വിളിച്ച് അതിന്റെ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരള ഗവൺമെന്റ് പറയുന്നത് ഇത് ദേശീയപാത തന്നെയാണെന്നുള്ളതാണല്ലോ. അപ്പൊ പക്ഷേ ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ദേശീയപാത അതോറിറ്റിയുടെയോ പൊതുമരാമത്ത് വകുപ്പിന്റെയോ നിർദ്ദേശങ്ങൾ എന്താണെന്നോ അഭിപ്രായം എന്താണെന്നോ കേൾക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അങ്ങനെ ഏകപക്ഷീയമായ ഒരു വിധിയാണ് ഇത്തരത്തിൽ വന്നത്. അതുകൊണ്ടാണ് ആ ഏകപക്ഷീയമായ വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ശ്രീ ചാർലി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുമതി കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ താങ്കൾ ഈ പറഞ്ഞതൊക്കെ വസ്തുതയാണെങ്കിൽ തന്നെയും ദേശീയപാതയാണോ എങ്കിൽ ദേശീയപാത മാനദണ്ഡങ്ങൾ പാലിക്കണം. ദേശീയപാതയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണല്ലോ ഉത്തരം. ഈ പറയുന്ന വാക്കാലുള്ള പരാമർശങ്ങളും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളാം എന്ന സർക്കാരിൻ്റെ നിലപാടുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും നിലവിൽ ദേശീയപാത മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന പാതകളല്ല. അതുകൊണ്ട് ഈ കാര്യം അവരവർക്ക് ബാറുടമകൾ ഏത് വിധേനയും കാര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു പഴുത് അവർക്ക് കിട്ടി. അവരതും കൊണ്ട് കോടതിയിൽ പോയി, കോടതി അനുവദിച്ചു. കോടതി നോക്കുമ്പോൾ ശരിയാണ്, ദേശീയപാത മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചിട്ടില്ല, അതുകൊണ്ട് ദേശീയപാതയാണിവ എന്ന് പറയാനാവുകയില്ല. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ പോയാലും ഇക്കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയില്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് ബാറുടമകൾക്ക് ബാറുകൾ തുറന്നു പ്രവർത്തിക്കാൻ
സാധിക്കുന്ന അവസ്ഥ തന്നെയല്ലേ വരിക? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും നമ്മുടെ ദേശീയപാത അതോറിറ്റിയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ വടക്ക് തലപ്പാടി മുതൽ തെക്ക് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി വരെ ദേശീയപാതയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ആ ദേശീയപാത ഈ പാതയിൽ നിന്ന് തെക്കൻ കേരളത്തെ ഒഴിവാക്കിയതായിട്ട് യാതൊരു വിവരവും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു കൂടിക്കഴിഞ്ഞ് കിടക്കുന്ന വസ്തുതയാണ്. അപ്പൊ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു അന്തസത്തയുണ്ട്. ആ അന്തസത്ത കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളത്തിലെ ഈ ദേശീയപാതയും സംസ്ഥാന പാതയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങളാണ്. ഇപ്പൊ ഈ പേര് അങ്ങനെയല്ല എന്ന് വിചാരിച്ച് അപകടങ്ങളുടെ സാധ്യത കുറയുന്നില്ലല്ലോ. കേരളത്തിൽ വർഷങ്ങളായി നിൽക്കുന്നത് 2014 2017 വരെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയോളം ഈ അപകടങ്ങളുടെ തോത് എടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഈ സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വിധിയുടെ അന്തസത്ത അപ്പാടെ മാറ്റിമറിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല. സുപ്രീം കോടതി ഈ വിധിയുടെ പശ്ചാത്തലം എടുക്കുന്നത് 2004 മുതലാണ്. ദേശീയപാത അതോറിറ്റി 2004 മുതൽ ഈ ദേശീയപാത സൈഡിലുള്ള ബാറുകൾ ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പലവട്ടം സംസ്ഥാന സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 2006 മുതൽ ഈ ദേശീയ സംസ്ഥാന പാതയോരത്ത് നിന്ന് മദ്യഷാപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും പുതിയതായിട്ട് അവിടെ അനുമതി മാനന്ദൻ രണ്ട് വിധത്തിൽ, അതായത് ഒന്ന് ദേശീയപാത എന്ന് പറഞ്ഞാൽ ദേശീയപാതകൾ തന്നെയാണ്. ചെറിയ ഏതോ ചില മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ദേശീയപാതകളല്ല അവ ഇനിമേൽ, അതുകൊണ്ട് ആ നിരോധനം ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങാൻ അനുമതി കൊടുത്തത് ഹൈക്കോടതി മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഒരുപട്ടെ റദ്ദാക്കപ്പെട്ടേക്കും. അതിന് അനുകൂലമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു ഒന്ന്. രണ്ടാമത്തേത്, ഈ കോടതി വിധിക്ക് ഒരു അന്തസത്തയുണ്ടല്ലോ, അത് ഈ വലിയ പാതകൾക്ക് അരികിൽ ഈ ബാറുകൾ സ്ഥാപിതമായിരുന്നാൽ വലിയ തോതിൽ വാഹനാപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ ഊന്നിയുന്നുകൊണ്ടാണല്ലോ ഇങ്ങനൊരു വിധി വന്നത്. ആ അന്തസത്തയെയും ലംഘിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ അവർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന ആക്ഷേപങ്ങളെ എങ്ങനെ കാണും? ആരോടാണ്? താങ്കളോടാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ഹലോ, ആരോടാ? ശരി, അത് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. പിന്നെ ഈ കോടതി ധാർമ്മികതയും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ഒന്നും നോക്കാറില്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിയമത്തിൻ്റെ നിഘണ്ടുവിൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനാണ്. അല്ല, ധാർമ്മികത ഞങ്ങളുടെ നിഘണ്ടുവിലില്ലെന്നാണ് കോടതി പല കേസുകളിലും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിയെ മാനിക്കുന്ന ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്. സുപ്രീം കോടതി നേരത്തെ ഇന്ന പ്രദേശങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. അതേ സംബന്ധിച്ച് ആ പ്രദേശങ്ങൾ നാഷണൽ ഹൈവേയുടെ തീരങ്ങളും സ്റ്റേറ്റ് ഹൈവേയുടെ തീരങ്ങളും എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അത് നാഷണൽ ഹൈവേ അല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറയുകയാണ്. ഇത് ഈ പറഞ്ഞ ഇപ്പം നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ നാഷണൽ ഹൈവേ അല്ല. ബിസിനസ് നടത്തുന്ന ബാറുടമകൾ ഇതെല്ലാം പോയി തിരക്കി പിടിച്ച് അവർക്ക് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഹൈക്കോടതി പറഞ്ഞു നാഷണൽ ഹൈവേ അല്ലാത്തടത്ത് നിങ്ങൾക്ക് തുറക്കാം. നാഷണൽ ഹൈവേ അല്ലെന്ന് പറഞ്ഞ് തുറന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇത് നാഷണൽ ഹൈവേ ആണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അവരിപ്പോൾ KCBC സുപ്രീം കോടതി പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർ സുപ്രീം കോടതി പോകുമ്പോൾ സുപ്രീം കോടതി പറയുകയാണ് ഇത് നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതി ബോധ്യപ്പെടുത്തണം ഞങ്ങളത് നാഷണൽ ഹൈവേ തന്നെയാണ്, ഞങ്ങൾ മറിച്ച് കണ്ടത് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തിയാൽ പ്രശ്നം തീർന്നല്ലോ. ഇവിടെ ഗവൺമെൻറ് എന്തോ വലിയ വഞ്ചന കാണിച്ചു, അട്ടിമറി കാണിച്ചു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നു. ഗവൺമെൻറ് മദ്യനയം വരാൻ പോണതേ ഉള്ളൂ. എന്തായാലും UDFൻ്റെ മദ്യനയമല്ല ഈ ഗവൺമെൻറ് മദ്യനയമെന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നേ തന്നെ ഈ ബാറുടമകളുടെ സ്വാധീനത്തിൽപ്പെട്ട് ഈ ഗവൺമെൻറ് അടച്ചതെല്ലാം തുറന്നു കൊടുക്കുമെന്ന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നന്നായി പ്രചരിപ്പിക്കുകയാണ് ചെയ്ത UDFൻ്റെ നേതാക്കളും അതുപോലെ തന്നെ ഈ KCBCയുമെല്ലാം. അതുകൊണ്ട് KCBCയും UDFും LDFന് അനുകൂലമായി വോട്ട് ചെയ്തവരല്ല, അവർ ഇതിനെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. പക്ഷേ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇടതുപക്ഷ മുന്നണിയെ പരസ്യപ്പെടുത്തിയ മാനിഫെസ്റ്റോ അംഗീകരിച്ചുകൊണ്ട് ആക്ഷേപം പറയാനും കേൾക്കാനും തിരുത്താനും ഒക്കെ സൗകര്യം കൊടുത്തത് ഈ മാനിഫെസ്റ്റോ ആദ്യമായി. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ആ ജനങ്ങളുടെ വികാരം മാനിക്കാൻ ഈ ഗവൺമെൻറ്റിന് ബാധ്യതയില്ലേ?
അതനുസരിച്ച് എന്തായിരിക്കണം മദ്യനയമെന്ന് ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ച് അത് പ്രയോഗത്തിൽ വരുത്തും. ഇപ്പം ഞങ്ങൾ നിയമത്തിൻ്റെ 4 അതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ അനുസരിച്ചേ തുറച്ചിട്ടുള്ളൂ. സുപ്രീം കോടതി വിധി വന്ന ഉടനെ തന്നെ NH-ൻ്റെ തീരത്തുള്ള എല്ലാ ബെപ്കോ ഔട്ട്ലെറ്റുകളും കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും എല്ലാം സർക്കാർ പൂട്ടി. ആ വിധിയെ നിഷേധിക്കുകയല്ല ചെയ്തത്. ഹൈക്കോടതി പറയുകയാണ് അങ്ങനെ പൂട്ടി ശരിയല്ല, നിങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള നടപടി ഞങ്ങൾ എടുക്കും. ഇതിലെന്താണ് ഈ ഗവൺമെൻറ്റിനെ കുറ്റം പറയാനായിട്ടുള്ളത്? ഞാൻ തിരിച്ചു വരാം. ശ്രീ റോയ് മാത്യു, എന്താണ് സർക്കാരിനെ കുറ്റം പറയാനായിട്ടുള്ളത്? ഇതിനകം തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗവർണറെയും മുഖ്യമന്ത്രിയെയും കണ്ടതിന് ശേഷം. ഞാൻ തിരിച്ചു വരാം ശ്രീ ആനന്ദവട്ടം ആനന്ദൻ താങ്കളിലേക്ക്. UDF-ന്റെ അതേ മദ്യനയമായിരിക്കും തങ്ങളുടേത് എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല LDF വോട്ട് ചോദിച്ചത്, അധികാരത്തിൽ വന്നത്. മദ്യവർജനം, പൂർണ്ണമായിട്ടുള്ള മദ്യവർജനം തങ്ങളുടെ നിലപാടല്ല എന്ന് പല ഘട്ടത്തിലായി ശ്രീ ആനന്ദവട്ടം ആനന്ദനെ പോലുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ KCBC സുപ്രീം കോടതിയോളം പോയി എതിർക്കാൻ തയ്യാറാവുകയാണ്. അവരുടെ ആ എതിർപ്പിന് ഏത് തരത്തിലുള്ള ന്യായീകരണമായെന്ന് ഉണ്ടാവുക? അവരുടെ എതിർപ്പ് വിജയിക്കുമോ ഇക്കാര്യത്തിൽ? അല്ല, ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് KCBC കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ച നയം എന്തായിരുന്നു? UDF-ന്റെ മദ്യനയത്തെയായിരുന്നു അവർ പിന്താങ്ങിയിരുന്നത്. ആ UDF-ന്റെ മദ്യനയം ജനങ്ങൾ സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം തന്നെ കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പുതിയ മദ്യനയം ഞങ്ങൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതായിരുന്നു. അതിനെ ബേസ് ചെയ്തായിരുന്നു അവർ വോട്ട് തേടിയത്, ജനങ്ങളുടെ വോട്ട് തേടിയത്. ആ ജനങ്ങൾ ആ മദ്യനയത്തെ തിരസ്കരിക്കുകയും CPM-ൻ്റെ നേതൃത്വത്തിൽ LDF ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പം KCBC അന്ന് ഉയർത്തിയ വാദങ്ങൾക്ക് ഇന്ന് എന്താണ് പ്രസക്തി? KCBC പറഞ്ഞ കാര്യങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനകത്ത് എന്താണ് കാര്യം? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങൾ മാത്രമാണോ മദ്യപിക്കുന്നത്? ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിൽ കേരളം മദ്യം സുലഭമായി ലഭിക്കുന്നില്ല, ഇപ്പോൾ ബീഹാറും ഗുജറാത്തും ഒഴിച്ച്. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രേമം എന്താണ് കേരളത്തിലെ ജനങ്ങളോട് KCBCക്ക് ഇത്ര തോന്നേണ്ട കാര്യം? ക്രിസ്ത്യാനികൾ പലയിടത്തുണ്ട്, എല്ലാ സ്റ്റേറ്റുകളിലും ക്രിസ്ത്യാനികൾ നാമമാത്രമായിട്ടെങ്കിലും കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ടല്ലോ. അവരോടൊന്നും തോന്നാത്ത പ്രേമം എന്താ കേരളത്തിലെ ക്രിസ്ത്യാനികളോട് മാത്രം KCBCക്ക് ഇത്ര തോന്നുന്നത്? അതിനകത്ത് ആത്മാർത്ഥ്യം എന്തുവാണ്? 15% ക്രിസ്ത്യാനികൾ താമസിക്കുന്ന സ്ഥലമാണ് ഗോവ. ഗോവയിലെ കത്തോലിക്ക സഭയുടെ നിലപാട് ഇതാണോ? അല്ലെങ്കിൽ CBCയുടെ നിലപാട് ഇതാണോ? അപ്പോൾ ഇവിടെയാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംശയം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യമാണ് KCBC വ്യക്തമാക്കേണ്ടത്. KCBCക്ക് ഇന്ത്യയിലെ ജനങ്ങളോടോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ മാത്രമേ KCBC സ്നേഹിക്കുന്നുള്ളൂ. അത് യേശുക്രിസ്തു പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ മാത്രം സ്നേഹിച്ചാൽ മതി എന്നാണോ KCBCക്കാരോട് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അവിടെയാണ് നിങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ ക്രമം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നൊരു ഗവൺമെൻറ്റിൻ്റെ നയത്തെ എതിർക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണയുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ സർക്കാരിനെയാണ് നിങ്ങൾ പിന്താങ്ങിയിരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ മദ്യനയത്തെയായിരുന്നു നിങ്ങൾ പിന്താങ്ങിയിരുന്നത്. അപ്പോൾ അന്ന് ആ മദ്യനയത്തെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തിരസ്കരിച്ചു, കേരളത്തിലെ സ്ത്രീകൾ തിരസ്കരിച്ചു. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും പഴയ വാദം ഉയർത്തുന്നതിനകത്ത് എന്താണ് ന്യായമുണ്ടോ? കാരണം ഏതായാലും ഈ LDF ഗവൺമെൻറ് എന്ന് പറയുന്നത് ഓട് പൊളിച്ച് ഇറങ്ങി വന്നൊന്നുമല്ല. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ സീറ്റ് വോട്ട് വാങ്ങി വന്നവരാണ്. അപ്പോൾ ആ നയം നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ എതിർപ്പുകൾ, നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം, അതൊക്കെ നല്ല കാര്യം തന്നെ. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ കോടതിയെ സമീപിക്കാം, അതിന് ന്യായീകരണങ്ങൾ തേടാം, അതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾക്ക് മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു ഏകീകൃത നിലപാടുണ്ടോ? ഞാൻ തിരിച്ചു വരാം. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹവും ശ്രീ ആനന്ദവട്ടമാനന്ദനും ഉയർത്തുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ റോയ് മാത്യു താങ്കളിലേക്ക്. ശ്രീ ചാർലി, ഇപ്പോൾ 2 വാദങ്ങളാണ് ഉയർത്തപ്പെടുന്നത്. ആനന്ദവട്ടമാനന്ദനും അദ്ദേഹവും ശ്രീ റോയ് മാത്യുവും പറയുന്നത് 2 വാദങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയത്തോട് അനുകൂല നിലപാടായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്, LDF-നെ എതിർക്കുകയും ചെയ്തിരുന്നു. UDF-ന്റെ മദ്യനയത്തോടായിരുന്നു നിങ്ങൾക്ക് അനുകൂല നിലപാടുണ്ടായിരുന്നത്. പക്ഷേ സംസ്ഥാനത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചത് LDF-ആണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ മദ്യനയം അതോടുകൂടി തന്നെ തള്ളപ്പെട്ടു. LDF-ന് പുതിയ മദ്യകാര്യത്തിലെ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ അതിനെതിരെ നിൽക്കുകയാണ്. അത് ജനാധിപത്യപരമായിട്ട് ശരിയാണോ? ഒന്ന്. രണ്ടാമത്തേത്, രാജ്യത്തിൻ്റെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത മദ്യവിരോധം എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം എന്നതാണ്. താങ്കളുടെ മറുപടി എന്താണ് ശ്രീ ചാർലി പോൾ? രണ്ടിനും ഞാൻ മറുപടി പറയാം. ഒന്ന്, ഞങ്ങൾ UDF-നെ പിന്തുണച്ചു എന്ന് പറയുന്ന വാദഗതി പ്രസക്തമൊന്നുമല്ല.
ഞങ്ങൾക്ക് വ്യക്തമായൊരു മദ്യനയമുണ്ട്. ആ മദ്യനയം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് മദ്യാസക്തി ഗുരുതരമായ ഒരു പ്രശ്നമാണെന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഭാഗം ഞാനൊന്ന് വായിക്കാം. വ്യക്തമായിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നാമത് അവർ പറഞ്ഞു, മദ്യം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട്. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപഭോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ സ്വീകരിക്കുക. അവർ പറഞ്ഞതെന്താ? മദ്യ ലഭ്യതയും ഉപഭോഗവും കുറയ്ക്കുമെന്ന് തന്നെ പറഞ്ഞേ. ആ കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി ഞങ്ങളിത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റിമറിക്കുമെന്നും പുനഃസ്ഥാപിക്കുമെന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അന്ന് പറഞ്ഞത് മദ്യത്തിന്റെ ലഭ്യതയും ഉപഭോഗവും കുറയ്ക്കുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, CPM-ന്റെ കേന്ദ്ര സെക്രട്ടറി ശ്രീ ശ്രീനാഥൻ യെച്ചൂരി പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ അടച്ചുപൂട്ടിയ ഒരു ബാർ പോലും തുറക്കില്ല എന്ന് പറഞ്ഞത്. അതൊക്കെ ജനങ്ങളുടെ മനസ്സിലില്ലേ? പിന്നെ UDF തോക്കാൻ കാരണം മദ്യനയമല്ലല്ലോ. മദ്യനയം മാത്രമല്ലല്ലോ ഒരു ഗവൺമെന്റിന്റെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അവസാന കാലത്തുണ്ടായ ഒരുപാട് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പടലപ്പിണക്കങ്ങളും ഒക്കെയാണ് UDF-നെ അധികാരത്തിൽ പോയത്. ഞങ്ങളെ സംബന്ധിച്ച് UDF LDF ഇല്ല. മദ്യം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിപത്താണെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ആ മദ്യം നല്ലതാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നില്ലല്ലോ. ഈ ലോകത്ത് ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളോ മതങ്ങളോ മദ്യം നല്ലതാണെന്ന് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് നല്ലതല്ലാത്ത ഈ രാജ്യത്തെ ഒരു വ്യക്തിക്ക് ഗുണകരമല്ലാത്ത ഒരു സംവിധാനം ഈ രാജ്യത്ത് വ്യാപകമാക്കുന്നത് എന്തിനാണ്? അപ്പൊ മദ്യാസക്തി എന്ന് പറയുന്നത് കേരളത്തെ വ്യാപകമായി ബാധിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ ആ സാമൂഹ്യ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ഇടതുമുന്നണി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഗവൺമെന്റ് അതിനുമായി പരിപാടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അത് ഫലപ്രദമായി നടപ്പാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ പ്രശ്നം, അതായത് എന്തുകൊണ്ടാണ് രാജ്യമെമ്പാടും ഏകീകൃതമായിട്ടുള്ള ഒറ്റ നിലപാട് നിങ്ങൾക്കില്ലാത്തത്? കേരളത്തിലാണോ ഏറ്റവും കൂടുതൽ മദ്യം പ്രശ്നമായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് മദ്യം സുലഭമായി കിട്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള നിലപാടുകൾ നിങ്ങൾ സംസ്ഥാന ഭരണകൂടങ്ങളോട് ഉന്നയിച്ച് ആവശ്യപ്പെടാത്തത്? ഒന്ന്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ഉള്ളത്. ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമൊന്നും അല്ലാതെ. പക്ഷേ ഇവിടുത്തെ ഓരോ പ്രാദേശികമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പ്രാദേശികമായ സഭ മുന്നോട്ട് നോക്കുന്നത്. ആഗോളതലത്തിൽ ഇങ്ങനൊരു പോളിസി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരൊരു വിഷയത്തെ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ബാധ്യത KCBC-ക്കുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒന്നാമത്തെ വിഷയം സാമൂഹ്യ പ്രശ്നം താഴ്ച മദ്യാസക്തി തന്നെയാണ്. ആ വിഷയത്തെ സഭ അഡ്രസ്സ് ചെയ്യുന്നു. മദ്യവിമുക്തമായ സഭയും സമൂഹം എന്ന് തന്നെയാണ് സഭയുടെ പോളിസി. അപ്പൊ ഈ സമൂഹത്തെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നത്തെ ഏറ്റെടുത്തുകൊണ്ട് സഭ മുന്നോട്ട് പോകുന്നതിൽ എന്തിനാണ് നമ്മൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? ഇതൊരു സാമൂഹ്യ വിഷയമാണെങ്കിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ അനുകൂലിക്കുകയാണ് വേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും സഭ അത്ര ശക്തമായി വേരോട്ടം നടത്തിയിട്ടുള്ള പ്രദേശമല്ല. ആ പ്രദേശത്തുള്ള സഭകൾ അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെട്ട് ആ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കേരള സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക വിഷയത്തെക്കുറിച്ച് സഭ അഡ്രസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്രകാരം നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതൊരു ആഗോള പോളിസിയാണെന്നും ഞാൻ പറയുന്നില്ല. തിരിച്ചു വരാം. ശ്രീ റോയ് മാത്യു, താങ്കൾക്ക് മതിയായിട്ടുള്ള മറുപടി ആയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്? സനീഷ, ഇത് തന്നെ ഈ പറയുന്നതിനകത്ത് തന്നെ ശുദ്ധ തട്ടിപ്പല്ലേ? ഈ ക്രൈസ്തവ സഭയുടെ ബേസിക് ക്യാരക്ടർ എന്താണ്? നിങ്ങൾ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലെ ജനങ്ങളെ മാത്രമാണോ KCBC സ്നേഹിക്കുന്നത്? നിങ്ങൾക്ക് തൊട്ട അയൽപക്കത്തുള്ള തമിഴ്നാട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ സിക്കിമിനെ കുറിച്ചും മേഘാലയെ കുറിച്ചും നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണ്? അവിടുത്തെ ജനങ്ങൾ കള്ളു കുടിച്ചോട്ടെന്നാണോ പറയുന്നത്? അതെന്താ ന്യായം? പിന്നെ ഈ സഭയ്ക്ക് ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ എന്ത് നയമാണ് മദ്യത്തിന്റെ കാര്യത്തിലുള്ളത്? എവിടെയെങ്കിലും നയമുണ്ടോ? അപ്പം ഇവിടെ മാത്രം ഇത് പറയുന്നതിന്റെ ആത്മാർത്ഥതയാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു കൃത്യത പറ. വത്തിക്കാന്റെ ഏറ്റവും വലിയ വരുമാനം എന്താണ്? ടൂറിസമാണ്. ആ ടൂറിസം റിലേറ്റഡ് ബിസിനസ് ചെയ്താണ് ആ രാജ്യത്തിന്റെ വരുമാനം ഏറ്റവും കൂടുതൽ ശേഖരിക്കുന്നത്. ആ വരുമാനത്തിൽ മുഖ്യം എന്താണ്? അവിടുത്തെ ഹോട്ടലുകളിൽ മദ്യം അവൈലബിൾ ആണ്. അല്ലാന്ന് പറയട്ടെ, അവിടെ എന്താണ് പോപ്പ് മദ്യം വിൽക്കേണ്ടതെന്ന് ഇവരാരും എന്താ പോയി അവിടെ പറയാത്തത് എന്താ? അപ്പം ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭ എന്ന് പറയുകയും ചെയ്യും, കേരളത്തിലെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് നമ്മുടെ പട്ടാളത്തിന്, പോലീസിന് റേഷനായിട്ട് നമ്മൾ മദ്യം കൊടുക്കുന്നുണ്ട്. അത് നിർത്താൻ പറയാനുള്ള ധൈര്യം KCBC-ക്ക് ഉണ്ടോ? KCBC എന്താ അത് പറയാത്തത്? കേരളത്തിലെ ക്രിസ്ത്യാനികളും പോയി ഇന്ത്യയിലെ പട്ടാളത്തിലും പോലീസിലും ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവരെക്കുറിച്ച് നിങ്ങൾക്ക് കൺസേൺ ഇല്ലേ?
അപ്പോൾ ഇതാണ് ഈ ബേസിക് സംഭവം. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കൃത്യമായ നയം ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. പിന്നെ മദ്യാസക്തി മാത്രമാണോ കേരളത്തിന്റെ സാമൂഹിക പ്രശ്നം? സ്ത്രീധന നിരോധന നിയമം 1966 നടപ്പാക്കിയ രാജ്യമാണ് നമ്മൾ. കേരളത്തിലെ ഏത് ക്രിസ്ത്യാനികളാണ് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്നത്? ഏതെങ്കിലും KCBCയോ ക്രൈസ്തവ സംഘടനകളോ പറയുന്നുണ്ടോ നിങ്ങൾ കല്യാണം കഴിക്കാൻ വരുന്നവർ സ്ത്രീധനം കൊടുക്കാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സാമൂഹിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള വിഷയങ്ങൾ മാത്രമാണ് നിങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചർച്ച നടത്താൻ തയ്യാറാകുന്നത്. മദ്യം ഒരു വിഷയം തന്നെയാണ്, നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് ചോയ്സിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുടിക്കാൻ, കുടിക്കാതിരിക്കാം. ഇത് ആരെ നിർബന്ധിച്ച് കള്ളുഷാപ്പിലോട്ട് കൊണ്ടുപോകും, ബാറിലോട്ട് കൊണ്ടുപോകുന്നു ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ കുടിക്കാം, കുടിക്കാതിരിക്കാം. അത് നിങ്ങളുടെ ചോയ്സിന്റെ പ്രശ്നമാണ്. അപ്പോൾ അവിടെയാണ് ചോയ്സ്. ഇഷ്ടമുള്ളവർ കുടിക്കട്ടെ, കുടിക്കണ്ട. ഇവിടെ പൊട്ടാസ്യം സയനൈഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലാവരും പോയി പൊട്ടാസ്യം സയനൈഡ് വാങ്ങിച്ച് തിന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് മനുഷ്യൻ അവനവന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ റോയ് മാത്യു താങ്കളിലേക്ക്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, കഴിഞ്ഞ സർക്കാരിന് മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു നിലപാടുണ്ടായിരുന്നു. അതേ നിലപാട് പിന്തുടരുന്ന ആളുകളല്ല തങ്ങൾ എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പും സമ്പൂർണ്ണ മദ്യനിരോധനം എന്നത് തങ്ങളുടെ നിലപാടല്ല. അക്കാര്യത്തിൽ ബോധവൽക്കരണമാണ് വേണ്ടത് എന്ന നിലപാട് ഇപ്പറയുന്ന നേതാക്കളെല്ലാം തന്നെ എടുത്തായി നമുക്ക് മുന്നിലുണ്ട്. അവർ സർക്കാർ ഉണ്ടാക്കുന്നു, അധികാരത്തിൽ വരുന്നു, അവരുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനെ ആ മട്ടിൽ എതിർക്കുക ഏത് നിലക്കാണ് സാധ്യമാവുക? അത് ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും ശരിയായ കാര്യമാണോ? ധാർമ്മികമായും രാഷ്ട്രീയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന മദ്യനയം എന്ന് പറയുന്നത് അങ്ങേയറ്റ ജനവിരുദ്ധവും സമൂഹത്തെ ദ്രോഹിക്കുന്നതുമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുറ്റത്തൊരു ബിവറേജ്, മുറ്റത്തൊരു ബാർ, ഇതാണ് ഇന്ന് കേരള സർക്കാരിന്റെ നയം. നമ്മുടെ ഒക്കെ വീട്ടുമുറ്റത്ത്. എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്, നാഷണൽ ഹൈവേയിൽ ബാറുകൾ പൂട്ടണമെന്ന കോടതി നിർദ്ദേശം വന്നപ്പോ ഗ്രാമപ്രദേശങ്ങളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ നാട്ടിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരും അടക്കം ഇറങ്ങി നിന്ന് സമരം ചെയ്തു. ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പിണറായി പോലീസ് ബാക്കി എല്ലാ പണിയും മാറ്റി വെച്ചിട്ട് ബിവറേജസിനെതിരെ സമരം ചെയ്യുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തല്ലിച്ചതച്ച് അവരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ബിവറേജ് ഔട്ട്ലെറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പുതിയ ഓർഡിനൻസിലൂടെ നിയമസഭ കൂടിയപ്പോ ഈ നിയമത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ, ഒരു നയം കേരള നിയമസഭയിൽ അവതരിപ്പിക്കാതെ പിന്നാമ്പുറത്തുകൂടി ഓർഡിനൻസ് കൊണ്ടുവന്ന് ഗവർണറെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിച്ചിട്ട് ഇപ്പോ ഗ്രാമപ്രദേശത്തെ തുടങ്ങിയ ഔട്ട്ലെറ്റുകൾ അതുപോലെ നിലനിർത്തുകയും നാഷണൽ ഹൈവേയിൽ നേരത്തെ ഉണ്ടായിരുന്നത് വീണ്ടും കൊണ്ടുവരികയും ചെയ്ത് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുക. ഒരു ഇടതുപക്ഷ സർക്കാരിന് ഒട്ടും ഭൂഷണമല്ല ഇത്. KCBC അതിനെ എതിർക്കുന്നുവെങ്കിൽ വത്തിക്കാനിൽ എന്തുകൊണ്ട് എതിർക്കുന്നില്ല, അല്ലെങ്കിൽ സിക്കിമിലും തമിഴ്നാട്ടിലും എതിർക്കുന്നില്ല എന്നുള്ളതല്ല. കേരളീയ സമൂഹം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള നാടായി മാറിയപ്പോ ആ മഹാവിപത്തിനെതിരെ ഉണരുന്ന എല്ലാ ശക്തികളെയും പിന്തുണയ്ക്കണം. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയം. ഞങ്ങൾ ഈ സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ അങ്ങ് നടപ്പിലാക്കുക എന്നുള്ള പ്രായോഗിക നയമല്ല ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ മുന്നോട്ട് വെച്ചത് വളരെ കൃത്യമായി ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുക. അതിലേക്ക് വരാം ശ്രീമതി ബിന്ദു കൃഷ്ണ, ആ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ഈ പറയുന്ന സമ്പൂർണ്ണമായ മദ്യനിരോധനമൊന്നുമില്ലെങ്കിലും മദ്യം സാമൂഹ്യ വിപത്താണ്, പടിപടിയായി കുറക്കും, ഉപഭോഗം കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും, ബോധവൽക്കരണ പരിപാടികളിൽ ഏർപ്പെടും എന്നതൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന പ്രകടന പത്രികയിൽ സർക്കാർ ഉണ്ടാക്കുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷെ അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇതിപ്പോൾ എക്സൈസ് വകുപ്പിന്റെ മാത്രം അനുമതി ഉണ്ടായാൽ എവിടെ വേണമെങ്കിലും ബാർ കൊണ്ടുവരാം എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിന്മേലുണ്ടായിരുന്ന അധികാരത്തെ കൂടെ എടുത്തു കളയുക എന്ന കാര്യം കൂടെ നിങ്ങൾ ചെയ്തു. എങ്ങനെയാണ് ഇതുവഴി ഉപഭോഗം കുറക്കാനാവുക? നിങ്ങൾ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ലംഘിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? പ്രകടന പത്രികയിൽ പറഞ്ഞതിൽ ഒരു അക്ഷരം ലംഘിക്കാതെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. മദ്യനയം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല, മദ്യനയം പ്രഖ്യാപിക്കാൻ പോണതേ ഉള്ളൂ. ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ്. അതിന് ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ആലോചിക്കണം. മദ്യനയം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നുള്ള ഔട്ട്ലെറ്റുകളുടെയും മദ്യ ഷാപ്പുകളുടെ പ്രവൃത്തി സമയത്തിൽ കുറവ് വരുത്തും. 2, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും പോയി മദ്യം വാങ്ങി ഉപയോഗിക്കുന്ന സിസ്റ്റമുണ്ട്, അതെല്ലാം മാറ്റും. ബെവറേജസിൻ്റെയും മറ്റുമൊക്കെ പ്രവൃത്തി സമയത്തിൽ നിയന്ത്രണം കൊണ്ടുവരാം, ബോധവൽക്കരണം ഏർപ്പെടുത്തും. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ കേന്ദ്രങ്ങൾക്ക് ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഓപ്പൺ ചെയ്യുകയാണ്. കുടിക്കാതിരിക്കാൻ, ഇന്ന് കുടിച്ച് ശീലിച്ചതിൽ മുങ്ങിപ്പോയവനൊക്കെ തന്നെ അതിന് രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം നടത്തും.
നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുടിച്ചിട്ട് തെരുവിലൊക്കെ തുണി ഉരിഞ്ഞു കെട്ടി തലയിൽ കെട്ടി നടക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാം. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ അപകടങ്ങളുടെ നിരക്ക് പറഞ്ഞിട്ടാണല്ലോ റോഡിൻ്റെ സൈഡിൽ ഇത് വെച്ചാൽ കുടിച്ചിട്ട് ഉടനെ വണ്ടി ഇറങ്ങി ഓടിച്ചു കളയും. വണ്ടി ഓടിക്കുന്നവൻ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്താൽ പിന്നെ അവൻ വണ്ടി ഓടിക്കുമോ? പിന്നെ അങ്ങനെ ആ തരത്തിലുള്ള കർശന നടപടികൾ എടുക്കേണ്ടി വരും. മറ്റൊരു കാര്യം, അന്യൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ മദ്യം ഉപയോഗിക്കുന്ന അത്തരം ആൾക്കാരുടെ മേൽ കർശനമായ അവരുടെയും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളുടെയും പേരിൽ ബോധവൽക്കരണം കൊണ്ടുവരും. വിദ്യാർത്ഥികൾ തന്നെ ആ ബോധവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെയാണ് ഉപഭോഗം കുറയ്ക്കാൻ. കള്ള് സുലഭമായി കിട്ടുമെന്ന് കരുതി ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പോയി കുടിക്കുമോ? കള്ള് കുടിക്കേണ്ടെന്ന് വെച്ചാൽ എൻ്റെ സഹോദരി ബിന്ദുകൃഷ്ണയ്ക്ക് കുടിക്കാൻ താല്പര്യം തോന്നുന്നോ? എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളാരും കുടിക്കണല്ലോ. കള്ള് കിട്ടാഞ്ഞിട്ടാ? ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ആരെങ്കിലും കള്ള് കുടിക്കണമെന്ന് ഈ ഗവൺമെൻറ് നിർബന്ധിക്കുന്നുണ്ടോ? ആരെങ്കിലും ഇവിടെ പോയി വാങ്ങി കുടിക്കണം, ഇത്ര അമിറ്റ്സ് കുടിച്ചാലേ പറ്റുമെന്ന് ഗവൺമെൻറ് നിർബന്ധമുണ്ടോ? ആവശ്യമുള്ളവനല്ലാതെ വേറെ ആരെങ്കിലും പോയി കുടിക്കുന്നുണ്ടോ? നിരോധനം എന്ന് പറയുന്നത് ഈ ഭൂമുഖത്ത് ഒരു രാജ്യത്ത് നടപ്പാക്കി വിജയിച്ചിട്ടുള്ളതല്ല. നിരോധിച്ച സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒന്നുകിൽ വിഡ്രോ ചെയ്യുകയോ വീണ്ടും അവിടെ തന്നെ ലൈസൻസ് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാം ഫലം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഡ്രഗ്സ് ലോബി അവർക്ക് ഈ മയക്കുമരുന്ന്, കഞ്ചാവ്, ചരസ് 10-16 ഐറ്റം സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്താൻ സൗകര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഇൻ്റർനാഷണൽ ഡ്രഗ്സ് ലോബിയുടെ ഏജൻസി ആളിലാരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. ബ്രാൻഡിയും വിസ്കിയും കുടിക്കുന്നതിനേക്കാൾ ഏറെ മാരകമായ വിപത്താണ് വളർന്നു വരുന്ന തലമുറ. കോളേജിൽ പഠിക്കുന്നത്, സ്കൂളിൽ പഠിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഈ ഡ്രഗ്സിന് അടിമപ്പെടുകയാണ്. ആ ഡ്രഗ്സിന് അടിമപ്പെട്ടാൽ അവൻ സമനില തെറ്റുകയാണ്, ബോധം നഷ്ടപ്പെടുകയാണ്. പിന്നെ അമ്മയാണോ സഹോദരിയാണോ മകളാണോ എന്ന് പോലും തിരിച്ചറിയാത്ത സംഭവങ്ങൾ ഈ രാജ്യത്ത് പെരുകിയത് ഈ ഡ്രഗ്സിൻ്റെ വ്യാപനമാണ്. ഈ ആപത്ത് നിന്നൊക്കെ അതുകൊണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുക പറഞ്ഞാൽ ഇതിനെല്ലാം എതിരായ ബോധവൽക്കരണം വേണം, കർശനമായ നടപടി വേണം. അതാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മദ്യനയം വരുമ്പോൾ അതൊക്കെ സുവ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയുണ്ടാവും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അപകടങ്ങൾ സംഭവിക്കുന്നത് കള്ളു പിടിച്ചിട്ട് അപകടം സംഭവിക്കുന്ന കാര്യം പറയുകയുണ്ടായി. ഞാൻ ചോട്ടെ, അപകട മരണങ്ങളിൽ ആക്സിഡന്റിൽ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ ശതമാനം 4% താഴെയാണ്. മറ്റുള്ള അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ 4% താഴെ മാത്രമുള്ളത് ഈ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചിട്ടാണ് രാജ്യത്താകെ അപകടം സംഭവിക്കുന്നത്, ആളുകൾ മരിക്കുക എന്ന് പറയുന്നതൊക്കെ കള്ളക്കണക്കാണ്. ഇപ്പോൾ അക്കാര്യത്തിൽ നല്ല ആലോചനകൾ നടത്തിയതിനു ശേഷമാണ് ഈ സർക്കാർ അവരുടെ നിലപാടുകളിലേക്ക് കടക്കുന്നത്. വേണ്ട വിധത്തിലുള്ള ചർച്ചകൾ വേണ്ട ആളുകളുമായി നടത്തിയിട്ടൊക്കെയാണ് അക്കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഈ പറയുന്ന സമ്പൂർണ്ണ നിരോധനം എന്നതുകൊണ്ട് എന്താണ് ഉണ്ടാവുക? ലഹരി തേടി ആളുകൾ മറ്റു തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അത് വലിയ സാമൂഹ്യ പ്രശ്നമായി വളരുന്നു. എന്നാൽ മദ്യ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയൊന്നും ചെയ്യാതെ അതുകൊണ്ടുണ്ടാകാവുന്ന ദ്രോഹങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തിയിട്ട് പ്രവൃത്തി സമയം കുറച്ചിട്ട് ഈ പറയുന്ന ചെറുപ്പക്കാരായുള്ള ആളുകൾക്ക് വിൽക്കരുത് എന്ന നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ട് ഒരു മദ്യനയം കൊണ്ടുവരികയാണെങ്കിൽ അതിനെ അനുകൂലിച്ച് അംഗീകരിച്ച് നിൽക്കുന്നതല്ലേ വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഒരു സമ്പൂർണ്ണ മദ്യനിരോധനം എന്നൊരു പ്രഖ്യാപനം അങ്ങ് നടത്തുക, എന്നിട്ട് മറ്റെല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെ കാണാതെ ഇരിക്കുക, അതോട് കണ്ണടച്ചിരിക്കുക എന്ന നിലപാടിനേക്കാൾ നല്ലതല്ലേ ഇവർ ഈ പറയുന്ന പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ അതിനകത്തേക്കുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നില്ല. അതാണ് പ്രധാന വിഷയം. ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം മദ്യത്തിൻ്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കുന്ന നിലപാടുകളല്ല സ്വീകരിച്ച് കണ്ടത്. ഒന്ന്, ഞാൻ പറയാം, 10% ബീവറേജ് ഔട്ട്ലെറ്റുകൾ കുറച്ചുകൊണ്ടിരുന്നു. അത് ഈ ഗവൺമെൻറ് ഇല്ലാണ്ടാക്കി. പുതിയ ബാർ തുറന്നില്ല എന്നുള്ള വേറെ കാര്യം. രണ്ടാമത് എന്താ, ഇപ്പോൾ ഈ ദേശീയപാത എന്നുള്ള സംഗതി എടുത്തു കളഞ്ഞപ്പോൾ ആരും അപ്പീൽ പോകേണ്ടത്? ഈ ഗവൺമെന്റ് അല്ലേ. ഈ ഗവൺമെന്റ് എന്താ അപ്പീൽ പോകാത്തത്? ഇവിടെ ദേശീയപാത വേണ്ടേ? ദേശീയപാതയ്ക്ക് ഫണ്ട് വേണ്ടേ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കണ്ടേ? അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പൊ അങ്ങനെ പോവാത്ത എന്താ? അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ നയങ്ങളൊക്കെ വരുന്നത് ഒരിക്കലും മദ്യത്തിന്റെ ലഭ്യത ഉപഭോഗം കുറക്കാനല്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകേണ്ടത്. മറ്റൊരു കാര്യം, ഈ സമ്പൂർണ്ണ മദ്യനിരോധനം ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഇത് നടപ്പാക്കിയ ഒരു രാജ്യമുണ്ട്, ബീഹാർ. ആ ബീഹാറിൽ നടപ്പാക്കി 1 വർഷം പിന്നിടുമ്പോൾ അവിടുത്തെ കുറ്റകൃത്യങ്ങളിലും മറ്റെല്ലാത്തിലും വലിയ തരത്തിൽ തോത് കുറഞ്ഞുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, അവിടെ 5000 കോടി രൂപയാണ് വാർഷിക വരുമാനമെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി നോട്ടിന്റെ വിഷയമൊക്കെ ഉണ്ടായെങ്കിലും 1 കൊല്ലം പിന്നിടുമ്പോൾ ആ 10,000-ഓളം രൂപ ആ കുടുംബങ്ങളിൽ എത്തിച്ചേർന്നതിന്റെ ഭാഗമായി മറ്റു തല സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുകയും അത് വിൽപ്പന നികുതിയായി സർക്കാരിലേക്ക് ചെല്ലുകയും ചെയ്തു. ആകെ വന്ന വ്യത്യാസം 1000 കോടി രൂപയുടെ വ്യത്യാസം മാത്രമാണ്.
അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസം. ഇപ്പം 120 കോടി രൂപയുടെ നഷ്ടം വന്നു എന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ആ 120 കോടി രൂപ എവിടെ പോയി? അത് ആ വീടുകളിൽ മറ്റ് വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ സെയിൽ ടാക്സ് ഇനത്തിലും മറ്റ് ടാക്സ് ഇനത്തിലും ആരിലേക്ക് വരും? സർക്കാരിലേക്ക് വരും. അപ്പോൾ മദ്യം വിറ്റ പണം കൊണ്ട് നമ്മളിത് നടത്തുന്നതിന് നമുക്കെതിരെ 1984 ബീവറേജ് തുടങ്ങുമ്പോൾ 55.5% ഈ രാജ്യത്തെ വരുമാനം. അന്ന് മദ്യത്തിലുള്ള വരുമാനത്തിൽ നിന്നല്ലല്ലോ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, മദ്യ വരുമാനത്തെ ആശ്രയിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഗുണമല്ല. ഒരാൾ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ അവന് മദ്യം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവനെ ഓർത്ത് വിലപിക്കുന്ന അസ്വസ്ഥമായ മനസ്സോടെ 5 ഇരട്ടി ആളുകൾ അവന്റെ വീട്ടിലിരിപ്പുണ്ട്. ആ 5 ഇരട്ടി ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടേ? ഒരു തൊഴിലാളിക്ക് വേണ്ടി മദ്യവ്യാപാരം തുടക്കുമ്പോൾ 1000 തൊഴിലാളി മദ്യം മൂലം മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രയാസത്തിൽപ്പെടുന്നത് കാണാതിരിക്കുന്നത് നമുക്ക് പറ്റുമോ? മദ്യം എന്ത് നന്മയാണ് രാജ്യത്ത് കൊണ്ടുവരിക? നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാട് നമ്മൾ വീണ്ടും തിന്മയില്ലാത്ത വിധം മദ്യം ഉപയോഗിക്കണം, മദ്യം ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണം. മദ്യം ഇങ്ങനെ അടിച്ച് റോഡ് സൈഡിൽ കിടക്കേണ്ടതല്ല. മദ്യം ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ നടത്തേണ്ടതല്ല. കുറ്റകൃത്യങ്ങൾ വേറെ നിലക്ക് പോലീസിനെ കൊണ്ട് കൈകാര്യം ചെയ്യണം. മദ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുത്താലും മതിയാകുമല്ലോ. ഈ പറയുന്ന ബോധവൽക്കരണം അടക്കം. അല്ലാതെ സമ്പൂർണ്ണമായിട്ട് മദ്യം ആവശ്യമുള്ള ആളുകൾക്ക് മേൽ അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ച് അധികാര പ്രയോഗം നടന്നത് തെറ്റായിരിക്കുകയില്ലേ? അങ്ങനെയെങ്കിൽ ശ്രീ റോയ് മാത്യു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തെമ്പാടും ഒറ്റ നിലപാടെടുത്ത് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങണം. രാജ്യത്ത് മുഴുവൻ ഒരാൾ പോലും മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാടുമായിട്ട്. എന്തുകൊണ്ടാണത് അവിടെയൊന്നും നടപ്പാക്കാതെ കേരളത്തിൽ മാത്രം നടപ്പാക്കുന്നത് എന്നത് വെച്ച് ആലോചിക്കുമ്പോൾ ഈ സർക്കാരിനോടുള്ള എന്തോ മുൻവിധി കൊണ്ടാണെന്ന് തോന്നും. അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള കുടിയന്മാരോട് മാത്രം എന്തോ ശത്രുതയുള്ളത് കൊണ്ടാണെന്ന് തോന്നും. അല്ല, KCBCയുടെ ഇത് കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ആണ്. കേരളത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ്. അല്ലാതെ CBCA അല്ല. ഈ ഇന്ത്യയുടെ കാര്യങ്ങളല്ല അവർ തീരുമാനിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്താൽ മതി. ബാക്കി ചെയ്യാനുള്ള ബാധ്യത മറ്റുള്ളവർക്കാണ്. ആ പോളിസി എന്താണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്ന് ഞാൻ പറയാം, ലോകാരോഗ്യ സംഘടന ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വർജനം മാത്രം പറഞ്ഞാൽ വർജനം ഒരു നയമേ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്താ വർജനം പറയണത്? നമ്മൾ മോനെ കുടിക്കണ്ട എന്ന് പറഞ്ഞ് അവസാനം കുടിക്കാൻ ആളില്ലാതാവുമ്പോൾ ഷാപ്പിൽ കയറാൻ ആളില്ലാതെ വന്ന് അങ്ങനെ ഒരു സമ്പൂർണ്ണ മദ്യരഹിത സമൂഹം ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. എന്ന് തുടങ്ങിയതാ ഈ മദ്യവിരുദ്ധ ബോധവൽക്കരണം? ലോകാരംഭം പോലെ തുടങ്ങിയതാ. മദ്യം എന്നുണ്ടോ അന്നെതിരെയുള്ള ബോധവൽക്കരണം അന്ന് തുടങ്ങി. ഏത് രാഷ്ട്രീയ ആചാര്യന്മാരും മതാചാര്യന്മാരാണ് മദ്യത്തിനെ കുറിച്ച് പറയാത്തത്? എന്നിട്ട് വലിയ മാറ്റമൊന്നും വന്നില്ലല്ലോ. പക്ഷെ ഞങ്ങൾ വ്യക്തമായൊരു പോളിസി പറഞ്ഞു. അത് ലോകാരോഗ്യ സംഘടന രാജ്യത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. അത് ഞാൻ പറയാം, ഈ ഗവൺമെന്റ് മദ്യവിരുദ്ധ ബോധവൽക്കരണം നടത്തുന്നത് ഗുണകരം തന്നെയാണ്. ഒരു തലം മാത്രമേ ആകുന്നുള്ളൂ. അത് മദ്യപാനിയെ സംബന്ധിച്ച് പറ്റില്ല. മദ്യപാനി ആസക്തനാണ്, അവൻ രോഗിയായി മാറിക്കഴിഞ്ഞു. അവന് ഉത്തരവാദിത്വപൂർണ്ണമായ മദ്യപാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രത്യേകിച്ചും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അവൻ കുടിച്ചതിന് അവൻ മദ്യാസക്ത രോഗിയായിട്ട് ഒരു 10% ആളുകൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അവനെ ചികിത്സിക്കണം. അത് ബഹുമാനപ്പെട്ട ശ്രീ ആനന്ദം സൂചിപ്പിച്ചു. ജില്ലാ തലത്തിലും അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം തന്നെ ഡി അഡിക്ഷൻ സെന്റർ ആക്കിക്കൊണ്ട് ഇവരെ മുഴുവൻ ചികിത്സിച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. രണ്ടാമത് പുതിയ തലമുറയാണ് ബോധവൽക്കരണം. പോളിസി പറയുന്നുണ്ട്. താങ്കളിലേക്ക് തന്നെയാണ് വരിക. ഇടവേള. ശ്രീ റോയ് മാത്യു, ഈ ബീഹാറിന്റെ ഉദാഹരണമാക്കിയിട്ടാണ് അഡ്വക്കേറ്റ് ചാർലി ഇപ്പോൾ നേരത്തെ നിരോധനം കൊണ്ട് ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ ഒരു ഗുണവുമില്ല എന്ന നിലപാടിനെ തള്ളിക്കളഞ്ഞത്. നമുക്ക് മുന്നിൽ ഈ പുകവലി നിരോധനത്തിന്റെ കാര്യമുണ്ട്. പുകവലി നിരോധം പൊതുസ്ഥലത്ത് നിന്ന് നിരോധിച്ചതിന് ശേഷം, നടപ്പാക്കിയതിനു ശേഷം വലിയ തോതിൽ അതിന്റെ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് എന്ന നിലപാട് അവിടെയുണ്ട്. ഈ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടുള്ള നിരോധനമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത്, KCBC ചൂണ്ടിക്കാണിക്കുന്നത് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഈ ഹൈവേ സംബന്ധിച്ചുള്ള നിലപാട്, അത് സംബന്ധിച്ച് കോടതിയിലേക്ക് പോകേണ്ട സർക്കാർ പക്ഷേ ഈ മദ്യ വ്യവസായികൾക്ക് അനുകൂലമായിട്ട് പതിഞ്ഞങ്ങ് നിന്നുകൊടുക്കുകയാണ്. ഈ പറയുന്ന ബോധവൽക്കരണ ശ്രമങ്ങൾ, പരിപാടികളൊന്നും എവിടെയെങ്കിലും നടന്നതായി കാണാനുമില്ല. ഉപഭോഗം പഴയ കാലത്തെന്ന പോലെ വലിയ തോതിൽ നടക്കട്ടെ എന്ന സർക്കാരിൻ്റെ നിലപാടിനോട് പക്ഷേ പൂർണ്ണമായിട്ടങ്ങ് ചേർന്ന് നിന്നു കൊടുക്കാൻ സാധിക്കുന്നതാണോ? അല്ല, ഇതിനകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്, ഇല്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും ഇതിനകത്തൊരു മാറ്റം വരത്തില്ല. ഇനി സമയമെടുക്കും. അതായത് ഇപ്പോൾ പുകവലിയുടെ കാര്യത്തിൽ ഒരു 10 വർഷത്തെ കഠിനമായ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ്
ഇപ്പം എനിക്കറിയാം ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ തുടങ്ങിയൊരു ക്യാമ്പയിനായിരുന്നു അന്നത്തെ ഗവൺമെൻറ് ഏറ്റെടുത്തത്. അതിനുശേഷം വന്ന ചില മാറ്റങ്ങളാണ് ഈ പുതിയ ജനറേഷനകത്തേക്ക് പുകവലിയുടെ തോത് വളരെയധികം കുറയാനുണ്ടായത്. അപ്പോൾ ഇതിന് സമയമെടുക്കും. ഇപ്പം ഞാൻ മുമ്പേ ഇത് നിരോധനത്തിൻ്റെ കാര്യം പറയുമ്പോൾ 67 വർഷമായി നിരോധനം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പം ഈ ഗുജറാത്തിന് ബീഹാറിലെ നമ്മൾ അനലൈസ് ചെയ്യാൻ സമയമായിട്ടില്ല, കേവലം 1 വർഷമായതേ ഉള്ളൂ. ഇപ്പം ആ നടപ്പാക്കിയ ഗവൺമെൻറ് ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ പറയുന്നത് മാത്രമേ പുറത്തു വന്നുള്ളൂ. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, പാരലൽ എക്കണോമി അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. അത് വരട്ടെ, അതിന് സമയമുണ്ട്. ഇനി 5 വർഷം നിൽക്കുന്നേ ഉള്ളൂ. അതിന് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എടുത്തടിച്ചുള്ള ഒരു നിരോധനം കൊണ്ട് ഈ രാജ്യത്ത് എന്തെങ്കിലും കാര്യം നേടാൻ പറ്റിയിട്ടുണ്ടോ? ഞാനതായ സ്ത്രീധന നിരോധനത്തിൻ്റെ കാര്യം പറഞ്ഞു. നിരോധനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വളരെ പാടാണ്. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൃത്യമായ ബോധവൽക്കരണം, ഇവരുടെ റീഹാബിലിറ്റേഷൻ, ഇതിനൊക്കെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് നിരോധിച്ചതുകൊണ്ട് ഇത് ഉടനെ ഒന്നും തീരാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ പാരലായിട്ടുള്ള പുതിയ, കാരണം ഇതിൻ്റെ ക്ലാസിക് സ്റ്റഡികൾ വന്നിരിക്കുന്നത് അമേരിക്കയിൽ 1923 മുതൽ 20 മുതൽ 33 വരെ നിരോധനം ഉണ്ടായിരുന്നു. ആ രാജ്യത്ത് ഏറ്റവും ക്രൈം കൂടിയ കാലഘട്ടങ്ങൾ അതായിരുന്നു. അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ പഠനമുണ്ട്. നമ്മളെക്കാട്ടിൽ എത്രയോ ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിലും സാമൂഹികമായും സാംസ്കാരികമായും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യത്ത് സംഭവിച്ച പരാജയത്തിൽ നിന്ന് അവർ പഠിച്ച പാഠങ്ങളാണ്. അപ്പോൾ അതിനുശേഷമാണ് അവിടുത്തെ മദ്യക്കുപ്പികൾ കൃത്യമായ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, ഡ്രിങ്ക് റെസ്പോൺസിബിളി എന്ന്. അതായത് നിങ്ങൾ ഇത് അവനവൻ്റെ ഉത്തരവാദിത്വമാണ്. ആരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അവനവന് തോന്നിയാൽ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ബോധവൽക്കരണത്തിലൂടെ മാറ്റാൻ ജനങ്ങൾ തയ്യാറാകത്തുള്ളൂ. അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എന്താണ് മതസാമുദായിക സംഘടനകൾക്ക് ആണ്ട് കുറവ് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾക്ക് സ്വാധീനമില്ലാഞ്ഞിട്ടാണോ? എന്താണ് മദ്യാസക്തി കുറയാൻ പറ്റാത്തത്? കാരണം ഇത് മനുഷ്യൻ അവനവൻ്റെ തോന്നലിൽ തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതിന് സമയമെടുക്കും. അല്ല ഒരു ദിവസം കൊണ്ട് വന്ന് അപ്പോൾ എനിക്ക് വീണ്ടും എടുത്തു ചോദിക്കാനുള്ളൊരു കാര്യം, കേരളത്തിലെ മതസാമുദായിക സംഘടനകളുടെ പരാജയമാണോ ഈ മദ്യം ഇത്രയും ആൾക്കാർ കുടിക്കാനുണ്ട്? കാരണം കൃത്യമായി ആൾക്കാർ പള്ളിയിൽ പോകുന്നു, കൃത്യമായി അമ്പലത്തിൽ പോകുന്നു, കൃത്യമായി മോസ്കുകളിൽ പോകുന്നു. ഇത്രയും വലിയ ഭക്തിയുടെ വ്യവസായം നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് തൊട്ടപ്പുറത്ത് മാറി നിന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആരാ ഉത്തരവാദി? നിങ്ങൾ സർക്കാരിനെ മാത്രമാണ് കുറ്റം പറയുന്നത്. നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇല്ലേ? നിങ്ങൾ പറയുന്ന സദ്വചനങ്ങൾ കേൾക്കാൻ ജനങ്ങൾ തയ്യാറാവാതെ പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടെ ഉള്ളതാണ്. അതിന് സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാമൂഹിക സംഘടനകൾ, സമുദായ സംഘടനകൾ, മതസംഘടനകൾ, ഇവർക്കെല്ലാം ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട്. അവരത് ഏറ്റെടുക്കണം. അപ്പം നിരോധനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതിന് കാര്യം നടക്കാൻ പോകുന്നില്ല. അത് മനുഷ്യനെ നിങ്ങൾ അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തണം. അതിനുവേണ്ടി അവർ തയ്യാറാകണം. ആ ഒരു ജനത തയ്യാറാകാത്തത്തോളം കാലം ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഹൈവേയിൽ അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നിർത്തിയാൽ പോരെ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ആനത്തലവട്ടം ഈ പറയുന്ന തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, ശരിയാണ്. ഉത്തരവാദിത്തത്തോടെ കുടിക്കുക എന്നതല്ലാതെ പൂർണ്ണമായിട്ടങ്ങ് നിരോധിച്ചു കളഞ്ഞാൽ ഉടനെ ഈ നാട്ടിനെ മദ്യവിമുക്തമായിട്ടുള്ളൊരു സ്ഥലമാക്കിയെടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന അബദ്ധം തന്നെയായിരിക്കും. അത് അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെ ആയിരിക്കണം ശരി. പക്ഷേ അപ്പോൾ തന്നെയും ആർക്കൊപ്പമാണ് ഈ സംസ്ഥാന സർക്കാർ? ഈ സംസ്ഥാന സർക്കാരിൻ്റെ മദ്യ നിലപാട് ആർക്കൊപ്പമാണ് എന്നതിനുള്ള സൂചകങ്ങൾ ലഭിക്കുകയാണല്ലോ. സുപ്രീം കോടതിയുടെ വിധി അടക്കം വന്ന് ഈ പറയുന്ന ഹൈവേയിൽ നിന്ന് മദ്യശാലകളെ എടുത്തു കളഞ്ഞതിന് ശേഷം ഹൈവേ തന്നെയല്ല എന്നൊരു നിയമത്തിൻ്റെ പഴുത് പിടിച്ചിട്ട്, എന്ന് വെച്ചാൽ അവിടെ ഒരു പഴുത് മാത്രമേ ഉള്ളൂ. ഇവർ ചെന്ന് കോടതിയിലേക്ക് ചെന്നാൽ അതെന്താകുമെന്ന് വരും ദിവസങ്ങളിൽ കാണേണ്ടത്. പഴുത് പിടിച്ച് അങ്ങോട്ട് ഈ മദ്യശാല ഉടമകൾ ചെന്നപ്പോൾ അതിന് തടയാനേ തയ്യാറാകാതെ നിങ്ങളുടെ കച്ചവടം നടത്തിക്കോളൂ എന്ന അനുവാദം നൽകുകയാണ് ചെയ്തത്. ഒപ്പം ഈ ബോധവൽക്കരണ ശ്രമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പാക്കിയതായിട്ട് കാണുന്നില്ല. പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. മദ്യനിരോധത്തിനായിട്ട് അല്ലെങ്കിൽ ബോധവൽക്കരണത്തിനായിട്ടൊക്കെ എന്തെങ്കിലും നടന്നതായിട്ട് കാണുന്നില്ല. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതുകൊണ്ട് ഞങ്ങളിത് പഴയ മട്ടിലേക്ക് കൊണ്ടുവരികയാണ് കാര്യങ്ങൾ എന്ന തോന്നലാണ് നാട്ടിലുള്ള ആളുകൾക്കുണ്ടാകുന്നത്. അമ്മട്ടിൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ കൂടിയുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകാത്തത് എന്തുകൊണ്ടാണ്? ഈ മദ്യ മുതലാളിമാർക്ക് യഥേഷ്ടം മദ്യം ഒഴുക്കാനുള്ള നിലപാടുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സംശയം നാട്ടുകാർക്കുണ്ടായാൽ എങ്ങനെയാണ് അതിനെ തിരുത്തുക? ഇവിടെ കേരളം ഗവൺമെൻറ് ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ ജനങ്ങളോടും ഈ നാടിനോടൊപ്പമാണ്. വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോടൊപ്പമല്ല. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, ജനങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, ഇതിനോടൊപ്പമാണ് ഗവൺമെൻറ്. ഇവിടെ ഈ കേരളം മുഴുവൻ കുടിച്ച് നശിച്ചു എന്ന് ഈ കുറേ പേര് പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ. കേരളത്തെ ഇപ്പോൾ WHO കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് പറഞ്ഞിട്ടാണ് കേരളത്തെ ആക്ഷേപിക്കാൻ അവർക്ക് എന്ത് അവകാശം? ലോകത്തിൻ്റെ സ്ഥിതി, ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താ? ഇന്ത്യയിൽ 29 സംസ്ഥാനമുണ്ട്. ആ 29 സംസ്ഥാനങ്ങളിൽ
കൊള്ളു കുടിച്ച് നശിച്ചു പോയി, വഴി കിടക്കുന്ന ആരോഗ്യം നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം കാറ്റ് പോകണമല്ലോ. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? ഈ കേരളമല്ലേ. ഇന്ത്യയിലെ ഇതര ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനം എടുത്താൽ ശരാശരി ആയുർദൈർഘ്യം 64 വയസ്സാണ്. ഇവിടെ 74ആണ്. സ്ത്രീകൾക്ക് 2.5 വയസ്സ് കൂടുതൽ 76 അത് ലോക റെക്കോർഡാണ്. വികസന മുതലാളിത്ത രാജ്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളുടെയും മുമ്പിലാണ് കേരളത്തിലെ സ്ത്രീകളുടെ ആയുർദൈർഘ്യം. ഈ 74 76 ഒന്നും ഇപ്പോൾ പോണില്ല. മരിച്ച വീടുകൾ ചെന്ന് കിടക്കുമ്പോൾ 90 95 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ നാടാണ് ഈ കേരളം. അവിടെയാണ് വന്നിട്ട് പറയുന്നത് ഇവിടെ എല്ലാം കുടിച്ച് നശിച്ചു പോയെന്ന് പറയാ. ഞാൻ ചോദിക്കട്ടെ, ജനിച്ചു വീഴുന്ന കുട്ടികളുടെ കണക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റെക്കോർഡിലുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ 1000 കുട്ടികളിൽ 45% കുട്ടികൾ അവർ പൊക്കമില്ലാത്തവരോ തൂക്കമില്ലാത്തവരോ കുരുട് കുട്ടികളാണ്. അതിന് ഈ കേരളത്തിലെ കുട്ടികളുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ കുട്ടികൾ ജനിച്ചു വീഴുന്നത്? 50-60 വയസ്സ് കൂലി കിട്ടുന്ന തൊഴിലാളി സ്ത്രീ അവളല്ലേ ജന്മം നൽകുന്ന കുട്ടിക്ക് എത്ര ആരോഗ്യമുണ്ടാകും? കേരളം വ്യത്യസ്തമല്ലേ? പണിയെടുത്താൽ 300, 500, 1000 രൂപ കൂലി കിട്ടുന്നു. എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ കൂടെയാണ്. CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ പ്രകടന പത്രികയ്ക്കകത്ത് വലിയ തോതിൽ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നമായിട്ട് മദ്യ ഉപയോഗം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. DYFI അടക്കമുള്ള താങ്കളുടെ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങൾ എത്രയോ തവണ മദ്യ നിരോധനം അല്ലെങ്കിൽ മദ്യവിരുദ്ധമായിട്ടുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഗൗരവതരമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരവും വിദ്യാഭ്യാസ നിലവാരവും ജീവിത നിലവാരവുമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ മദ്യാസക്തി എല്ലാം പെരിയ കാലത്ത് പോലെ അത് കുറയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നു. അതെല്ലാം കുറയ്ക്കല്ലാതെ വേറൊരു മാർഗം ലോകമുണ്ടായ കാലം മുതൽ പഴയ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എഴുതിയിരുന്ന ഇന്ദ്രൻ ബ്രഹ്മാവ് അടക്കം മദ്യവും മാംസവും കഴിച്ചവരെന്നല്ല എഴുതി വെച്ച് ഋഗ്വേദത്തിൽ. ഇതൊക്കെ ഉള്ള ഒരു രാജ്യത്ത് മനുഷ്യോൽപ്പത്തിയുടെ കാലം മുതൽ ഇതെല്ലാം ഉപയോഗിച്ച് വരുന്നിടത്ത് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ KCBC പറയാണ് എല്ലാം നിരോധിക്കണം, എടുത്തു കളയണമെന്ന് പറഞ്ഞാൽ എവിടെയാണ് അത് നടക്കുന്നത്? ഞങ്ങളൊന്ന് പറയട്ടെ, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ DYFI-യും SFI-യും മദ്യം ഉപയോഗിക്കുന്നവരെ പാർട്ടിയിൽ വെച്ച് വാഴിക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുകയും കർശനമായ നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തു. KCBC-ക്ക് തങ്ങളുടെ വിശ്വാസികളായ ആളുകളെ ഈ മദ്യം ഉപയോഗിക്കുന്നവൻ ഈ സഭയിൽ ഉണ്ടാവില്ലെന്ന് പറയാമോ? ഈ മതപുരോഹിതന്മാർക്കൊക്കെ ആ പണി ഏറ്റെടുക്കാമോ? മതവിശ്വാസികളാണല്ലോ ആളുകളൊക്കെ. ആ ഹിന്ദുമതമായാലും ക്രിസ്തുമതമായാലും ഇസ്ലാം മതമായാലും ആ മതപുരോഹിതന്മാരെല്ലാം നമ്മുടെ മതത്തിൽപ്പെടുന്നവൻ മദ്യപിക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാർ പറയുന്നേക്കാൾ കൂടുതൽ വിലയാണല്ലോ അവിടെ കൽപ്പിക്കുന്നത്. അങ്ങനെ ആയാൽ പിന്നെ ഈ മദ്യ കച്ചവടം കട തുറന്ന് വെറുതെ ഇരിക്കാനല്ലേ പറ്റൂ? കച്ചവടം നടക്കില്ലല്ലോ. ആരും കുടിക്കാനില്ലെങ്കിൽ പിന്നെ കട തുറക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്, മദ്യം കഴിക്കുന്നവന് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. അതുപോലെ മറ്റു പാർട്ടികൾ തീരുമാനിക്കുകയും സഭകൾ തീരുമാനിക്കുകയും ചെയ്യുമോ? അതൊന്നും ചെയ്യാതെ ഇത് ഒരു സമൂഹത്തിൽ മനുഷ്യോൽപ്പത്തി മുതൽ ഉപയോഗിച്ച് വരുന്നതും ആവശ്യമുള്ളവർ കുടിക്കുന്നതും ആവശ്യമില്ലാത്തവന് കുടിക്കാൻ ആരും പ്രേരിപ്പിക്കുന്നില്ല. കുടിക്കുന്നവനെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനം ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് മദ്യാസക്തി ഇല്ലായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. മദ്യാസക്തി ഉണ്ട്, കൂടിയിട്ടുണ്ട്. അത് കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും എടുക്കും. അതിനാണ് ഞാൻ പറഞ്ഞ അഡിക്ഷൻ സെന്റർ, വിദ്യാർത്ഥികളുടെ ഉദ്ബോധനം, നിരവധി ക്യാമ്പയിൻ വരാനുണ്ട്. എൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങളുടെ സമയപരിധിക്കുള്ളിൽ പറയാനൊക്കില്ല. അത് മദ്യ നയം വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതാണ് അങ്ങനെയുള്ളൊരു മദ്യനയമായിരിക്കും ശ്രീ ചാർലി പോൾ വരിക എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് നിങ്ങൾ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെന്ന പോലെ പൂർണ്ണമായിട്ട് എല്ലാ ഷാപ്പുകളും അടച്ചുപൂട്ടിയിട്ടുള്ള ഒരു തരത്തിലും മദ്യം കൊടുക്കാൻ പാടില്ല എന്ന നിലപാടുള്ളൊരു മദ്യനയമല്ല വരാൻ പോകുന്നത്. ഉത്തരവാദിത്തത്തോടെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള അതുവഴി കിട്ടാവുന്ന കുടിക്കുന്ന ആളുകൾ കുടിക്കണമെന്ന ആവശ്യമുള്ള ആളുകൾ പണം കൊടുത്ത് ആ പണം റവന്യൂ സർക്കാരിന് വരുമാനമാക്കുന്ന തരത്തിലൊരു കാര്യം തന്നെയാണ് വരാൻ പോകുന്നത്. അക്കാര്യത്തിൽ മടിയൊന്നും ഈ സർക്കാരിനില്ല, മടി ഉണ്ടാകേണ്ടുന്ന കാര്യവുമില്ല. നോക്കൂ, നിങ്ങളുടെ സഭാ വിശ്വാസികളോട് പോലും പറഞ്ഞ് നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാനാവുന്നില്ല. മതവിശ്വാസത്തിന് വലിയ പ്രാധാന്യമുള്ള കേരളത്തിൽ പള്ളിയിലും അമ്പലത്തിലുമൊക്കെയായിട്ട് അദ്ദേഹം അത് പറഞ്ഞു നേരത്തെ, പള്ളിയിലും അമ്പലത്തിലുമൊക്കെ ആയിട്ട് പോയി ഭക്തിയോടുകൂടി ജീവിക്കുന്ന സഭാവിശ്വാസങ്ങൾക്കൊക്കെ വഴങ്ങി ജീവിക്കുന്ന ആളുകൾ പോലും ഈ പറയുന്ന അതേസമയം മദ്യം കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മദ്യോപഭോഗം കൂടിയിരിക്കുന്നത്. ഇതൊന്നും തടയാനുമാവുകയില്ല. ഈ പറയുന്ന ആചാരപരമായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ തന്നെയും കൂടുതൽ മദ്യം കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുമതി വേണമെന്ന് ഈ പറയുന്ന ആത്മീയ നേതൃത്വങ്ങൾ തന്നെ ആവശ്യപ്പെടുന്ന, ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുന്ന
കാലത്ത് വലിയ ഇരട്ടത്താപ്പാണ് ഈ സഭാ നേതൃത്വവും KCBC-യും ഒക്കെ ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാകും. അക്കാര്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി തൃപ്തികരമാവുകയുമില്ല. അങ്ങനെയല്ലേ ശ്രീ ചാർലി പോൾ? തൃപ്തികരമാണ്. എന്തിനാണ് നമ്മൾ പറയാ ഇത് എന്തുകൊണ്ടാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അല്ലെങ്കിൽ ഈ കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദുക്കളൊക്കെ പറഞ്ഞിട്ടും കേൾക്കാത്തത്? ഇത് രോഗമായതുകൊണ്ടാണ്. 1956 അതുവരെ നമ്മളിത് രോഗമായി കണ്ടിരുന്നില്ല. അപ്പോൾ ലോകാരംഭം പോലും ഉണ്ട്. 1956 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മദ്യാസക്തി രോഗമാണെന്ന് പറഞ്ഞത്. രണ്ടാമത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ 1957 ഇത് മനോരോഗത്തിന്റെ പട്ടികയിൽ പെടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഒരു മദ്യാസക്തിയെ ലോകാരോഗ്യ സംഘടന നിർവചിക്കുകയും ചെയ്യുന്നുണ്ട്. കുടിക്കുന്ന എല്ലാവരും മദ്യാസക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പതുക്കെ അവൻ മദ്യാസക്തിയിലേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം മദ്യാസക്തി രോഗികളുള്ളത് കേരളത്തിലാണെന്ന് WHO കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ആളുകളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇനിയിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലും SFIയിലും DFIയിലും കുടിക്കുന്നവരാരുമില്ലേ? സഭ 1977 മുതൽ ഇത് വിലക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് നിർത്താൻ പറ്റാത്തത് അവൻ രോഗിയായതുകൊണ്ടാണ്. ആ രോഗിയായിട്ടുള്ള എന്ത് ചെയ്യണം? അവനെ ചികിത്സിച്ചേ പറ്റൂ. പനി പിടിച്ചവനെ, ക്ഷയം പിടിച്ചവനെ, കുഷ്ഠം പിടിച്ചവനെ ഉപദേശിച്ച് നമുക്ക് രോഗത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അവൻ രോഗിയായതുകൊണ്ട് ഇപ്പൊ കേരളത്തിലെ ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. ഏതാണ്ട് 22 മുതൽ 30 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയിലൂടെ മാത്രമേ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാലും 40% അതിനകത്ത് സക്സസ് ഉള്ളൂ. അത് ഗവൺമെന്റ് ചെയ്യണമെന്ന് നമ്മൾ പറയുക. അപ്പൊ അതിന് റിസ്ക് റിഡക്ഷൻ എന്ന് പറയും. ഏതാണ്ട് 12 ലക്ഷത്തോളം ആളുകൾ ദിവസവും കുടിക്കുന്നവരുണ്ട്. അവൻ മദ്യാസക്ത രോഗിയുടെ പട്ടികയിലേക്ക് പോവുക. 5% ആളുകൾ അതിനകത്ത് പൂർണ്ണമായിട്ടും മദ്യാസക്തി രോഗികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവനെ ഗവൺമെന്റ് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, ഡി അഡിക്ഷൻ സെന്ററുകളായി മാറ്റിക്കൊണ്ട് ചികിത്സിക്കണം. രണ്ടാമത് ഗവൺമെന്റ് ചെയ്യുന്ന ബോധവൽക്കരണത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നു. 8 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ ബോധവൽക്കരണ പാഠങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ശ്രദ്ധിച്ച് ഉൾപ്പെടുത്തി ആ ബോധവൽക്കരണ പ്രക്രിയ തുടങ്ങി വരും തലമുറ അതിനകത്ത് വീഴാതെ നോക്കണം. അപ്പൊ മദ്യം ഉപയോഗിക്കുന്നവരുടെ അളവ് കുറയും. അതാണ് ഡിമാൻഡ് റിഡക്ഷൻ എന്ന് പറയും. അപ്പോഴാണ് സപ്ലൈ നമുക്ക് കുറയ്ക്കാൻ പറ്റുക. കിട്ടാനുള്ള എളുപ്പമാണ്. അതായത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് സമ്പൂർണ്ണമായ നിരോധനമൊന്നും നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. KCBC വിശ്വാസികൾ സമ്പൂർണ്ണമായുള്ള നിരോധനമൊന്നും ആവശ്യപ്പെടുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത് പോലെ ഈ ഉത്തരവാദിത്വത്തോടെയുള്ള കുടിക്കാൻ മറ്റു ബോധവൽക്കരണ പരിപാടികളും മറ്റു തുടർ പ്രക്രിയകളും ഒക്കെ നടത്തി ഇതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന ആവശ്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും ഘട്ടം ഘട്ടമായിട്ട് റോയ് സാർ നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ ശ്രീ ആനത്തലവട്ട ആനന്ദം പറഞ്ഞ പോലെ ഞങ്ങൾ അതിനൊക്കെ മുഖവിലക്കെടുക്കുന്നു. ഘട്ടം ഘട്ടമായിട്ട് നേരത്തെ റോയ് സാറ് പറഞ്ഞല്ലോ, അത് ഒറ്റയടിക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി തന്നെ സമ്പൂർണ്ണ മദ്യത്തിലേക്ക് പതുങ്ങുന്ന നടന്നെടുക്കണം എന്ന് പറയുക. അതുകൊണ്ട് ലഹരി വിമുക്തമായൊരു സമൂഹമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വപ്നം കാണുന്നല്ലോ. അതുകൊണ്ടല്ലേ പാലക്കാട് പ്ലീനത്തിൽ അവിടെ ആളുകൾ കുടിക്കരുതെന്ന് പറഞ്ഞത്. കുടിക്കുന്നത് നല്ലതല്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാമല്ലോ. അത് മറ്റുള്ളവർ കൂടി കുടിക്കാതിരുന്നോട്ടെ. അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി ഗവൺമെന്റാണ് അതിന്റെ ബാധ്യത. മയക്കുമരുന്നിന്റെ കാര്യത്തിലാണെങ്കിലും മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് പരിഹരിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത, ധാർമ്മിക നിലവാരം ഉയർത്താനുള്ള ബാധ്യത, പാവപ്പെട്ടവരുടെ ജീവനില ഉയർത്താനുള്ള ബാധ്യത ഗവൺമെന്റാണ്. എന്തായാലും ഈ സമ്പൂർണ്ണ നിരോധനമൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് തന്നെ ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള തർക്കത്തിന്റെ ഉപഫലമായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തേതുപോലുള്ള മദ്യനയം പുറത്തേക്ക് വരികയാണെങ്കിൽ അതിന് വഴങ്ങുക തന്നെയാണ് KCBC അടക്കമുള്ള ആളുകൾ ചെയ്യുക. എതിർപ്പ് വലിയ തോതിലൊന്നും ഉണ്ടാവുകയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയല്ലേ ശ്രീ റോയ് മാത്യു? സനീഷ, അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കും, കേരളത്തിലെ ഏറ്റവും സർക്കാർ പോലെ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലെ കത്തോലിക്ക സഭ. ഈ കത്തോലിക്ക സഭയ്ക്ക് കണക്കുണ്ടോ? കഴിഞ്ഞ 3 വർഷം 2014 മുതൽ 2017 വരെ ഈ 3 വർഷം കേരളത്തിൽ മദ്യത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. എത്ര കത്തോലിക്കര്, എത്ര ക്രിസ്ത്യാനികൾ മദ്യം നിർത്തിയിട്ടുണ്ടെന്നുള്ളത് ഇവരുടെ മുന്നേ കണക്കുണ്ടോ? ചുമ്മാ വെറുതെ വാചം അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ജനതയെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ മുന്നിൽ എന്താണുള്ളത്? കേവലം നിരോധനം കൊണ്ട് നടക്കത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൃത്യമായ സുവിശേഷം പറയുന്നു, കൃത്യമായ രീതിയിൽ ആൾക്കാരെ സദ്വർത്തമാനങ്ങൾ പറയുന്നു. നിങ്ങളുടെ ഈ സുവിശേഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, ക്രിസ്ത്യാനികൾ, ബാക്കിയുള്ളവരെ വിട്ടേര്, ഹിന്ദുവിനെ മുസ്ലിമിനെ വിട്ടേര്, നിങ്ങളുടെ അടുത്ത് വരുന്ന ഇവരെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പരാജയം. അതിന് സർക്കാരിൻ്റെ തലയിലോട്ട് അത് കെട്ടിവെക്കണ്ട. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുമ്പോൾ
നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇത് അവനവന് തോന്നണം, അവനവനെ തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് കൃത്യമായ ബോധവൽക്കരണം. സമുദായ സംഘടനകൾ, സഭകൾ, സർക്കാർ ഒക്കെ ചെയ്യണം. അതിന് സമയമെടുക്കും. ആ സമയം കൊടുക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കുക. അതൊരു 25 വർഷത്തെ പാക്കേജായിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ 30 വർഷത്തെ പാക്കേജായിട്ട് ആലോചിക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് നടന്നെടുക്കുക. മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുക, കൃത്യമായി കുറയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതല്ലാതെ ഇത്തരത്തിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തി ഞങ്ങൾ അത് ചെയ്ത് കളയും ഇത് ചെയ്ത് കളയും എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടി വന്ന ഒരു സർക്കാരിന് നയം എന്താണെന്ന് നോക്കുക. ആ നയത്തിനനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതല്ലാതെ ഇത് ഈ പറയുന്ന മുഴുവൻ ഇതിലും ഭീഷണിയുടെ സ്വരമാണ്. കേരളത്തിലെ മദ്യാസക്തി ഉള്ളത് ആർക്കാണ്? കേരളത്തിൽ ക്രിസ്ത്യാനികൾ നല്ലൊരു പങ്കിലും മദ്യാസക്തി ഉണ്ട്. നിങ്ങൾ അവരുടെ കാര്യത്തിൽ നിങ്ങളൊരു കൃത്യമായ കാര്യം പറ. ബാക്കി സമുദായങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരവുണ്ടല്ലോ. കള്ളു കുടിക്കട്ടെ, കള്ളു കുടിക്കേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ എന്തിനാ പറയുന്നത്? അത് ചോയ്സിന്റെ പ്രശ്നമാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നത്. സ്ത്രീധന നിരോധന നിയമം വന്ന രാജ്യത്ത് സ്ത്രീധനം കൊടുക്കുന്നു ഇല്ലേ? നിരോധിച്ചിട്ടും സ്ത്രീധനം കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ലല്ലോ. അതെന്താ? അതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പൊ അതുപോലെ തന്നെ വിഷവസ്തുക്കൾ ഇവിടെ വിൽക്കുന്നുണ്ട്. സൗകര്യമുള്ളവരെ വാങ്ങിച്ച് കുടിച്ച് ചാവുന്നുള്ളൂ. അപ്പൊ ആ ചോയ്സ് ആരെയും നിർബന്ധിക്കുന്നില്ല. സൗകര്യമുള്ളവർ കുടിച്ചാൽ മതി, അല്ലാതെ കുടിക്കണ്ട. ചാർലി, ഇപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായി വരും. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായി പറ്റാത്തത് കൊണ്ട് നിങ്ങൾ പിന്നോട്ട് പോവുകയാണ് ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ പറയുന്ന സ്ത്രീധന നിരോധന നിയമം അദ്ദേഹം അത് എപ്പോഴും ആവർത്തിച്ചു. സ്ത്രീധന നിരോധന നിയമം ഉണ്ടായിരിക്കെ സ്വന്തം സഭാ അംഗങ്ങളെപ്പോലും സമുദായാംഗങ്ങളെപ്പോലും അങ്ങനെ സ്ത്രീധന നിരോധനം നിയമം അതൊരു നിയമമായിട്ട് പോലും അതിന് വഴങ്ങി ജീവിപ്പിക്കാൻ സാധിക്കാത്ത സഭാ നേതൃത്വം ഇക്കാര്യത്തിലൊന്നും വലിയ ഉപദ്രവമില്ലാതെ ഈ കാര്യങ്ങൾക്ക് വഴങ്ങി അങ്ങ് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞിട്ടത് കാര്യം. ഈ രാജ്യത്ത് കൊലപാതകം നിരോധിക്കപ്പെട്ടതല്ലേ? കൊലപാതകം തുടരുന്നില്ലേ? മോഷണം നിരോധിക്കപ്പെട്ടതല്ലേ? മോഷണം തുടരുന്നില്ലേ? പക്ഷെ ഈ പുകവലി നിരോധിച്ചപ്പോൾ അത് ഉപയോഗിക്കുന്നവരെ ഗണ്യമായി കുറഞ്ഞു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിരോധിച്ചാലും രാജ്യത്തെ ഏത് സംഗതിയും തുടരും. കൊലപാതകം നിരോധിച്ചിട്ടും തുടരാണ്, അതുകൊണ്ട് കൊലപാതകം ചെയ്തോട്ടെ. മോഷണം നിരോധിച്ചിട്ടും തുടരാണ്, അതുകൊണ്ട് മോഷണം തുടരട്ടെ. വ്യഭിചാരം നിരോധിച്ചിട്ടും തുടരാണ്, അതുകൊണ്ട് വ്യഭിചാരം ആയിക്കോട്ടെ. സ്ത്രീധനം നിരോധിച്ചിട്ടും തുടരാണ്, സ്ത്രീധനം ആയിക്കോട്ടെ എന്ന് ഗവൺമെന്റ് സഭ പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് നിരോധിച്ചാൽ രാജ്യത്തെ ഏത് പ്രക്രിയയും തുടരും. അതുകൊണ്ട് നിരോധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിരോധനം അതിന്റെ ഒരു പടിപടിയായിട്ട് വരേണ്ട കാര്യം തന്നെയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത നന്ദി. നിരോധിച്ചാലും സംഗതികൾ ഇങ്ങനെയൊക്കെ തുടരും. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടെയുള്ള ആ ഉപഭോഗത്തിലേക്ക് ആളുകളെ മദ്യത്തിന്റെ കാര്യത്തിൽ എത്തിക്കുക എന്നത് തന്നെയാണ് ശരിയായ നിലപാട് എന്ന് KCBCയും വ്യക്തമാക്കിയിരിക്കുന്നു. KCBCയും ആ നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമായിരിക്കും. ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഉത്തരവാദിത്തത്തോടെ, അതായത് മദ്യം പൂർണ്ണമായി നിരോധിച്ചാൽ ഈ ലഹരി വസ്തുക്കളുടെ ക്രമാതീതമായിട്ടുള്ള പെരുകലാണ് ഉണ്ടാവുക. അത് വലിയ സാമൂഹ്യമായ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പൂർണ്ണ നിരോധനമല്ല, ഉത്തരവാദിത്തത്തോടെ ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ വേണം എന്ന് തന്നെയാണ് KCBCയും പറഞ്ഞു വെക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം അതോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. വളരെ നന്ദി ഒരിക്കൽ കൂടി അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.